നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടി ഉളിക്കലിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 7 ദിവസം പ്രായമായ കുഞ്ഞടക്കം 2 പേർ മരിച്ചു. 4 പേർക്ക് ഗുരുതര പരിക്ക്. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവും യുവ സംവിധായകനുമായ മധു കൈതപ്രത്തിന് യാത്രാമൊഴി. ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. കണ്ണൂരിലെയും തലശ്ശേരിയിലെയും റോഡുകൾ ജനുവരി 15-നകം ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ 15 മുതൽ ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തില്ലെന്ന് ബസ്സുടമകൾ. 9-ന് തലശ്ശേരി നഗരസഭാ ഓഫീസിന് മുന്നിലും 10-ന് കണ്ണൂർ നഗരസഭാ ഓഫീസിന് മുന്നിലും ധർണ നടത്തുമെന്നും കണ്ണൂർ ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തലശ്ശേരിയിൽ തുടരുന്നു. ചിലങ്ക കെട്ടിയ വേദികൾ, ലാസ്യലയപൂർണ്ണം, ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ. പഴയങ്ങാടിപ്പുഴയിൽ നിറയെ അറവ് മാലിന്യം. താവ് മേഖലയിലെ ജനം പകർച്ചവ്യാധി ഭീഷണിയിൽ. കണ്ടൽക്കാടുകളും മത്സ്യങ്ങളും അടക്കം നാശോന്മുഖം. വാർത്തകൾ വിശദമായി. ഇരിട്ടി ഉളിക്കലിൽ വാഹനാപകടത്തിൽ 7 ദിവസം പ്രായമായ കുഞ്ഞടക്കം 2 പേർ മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. വിക്ടോറിയ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. ക്വാളിസ് കാറും നാഷണൽ പെർമിറ്റ് ലോറിയുമാണ് ഇടിച്ചത്. മുണ്ടന്നൂർ സ്വദേശിനി ചിന്നമ്മ, മകൾ വിക്ടോറിയയുടെ മകൻ 7 ദിവസം പ്രായമായ കുട്ടി എന്നിവരാണ് മരിച്ചത്. വിക്ടോറിയ, ബേബി, മോളി, കാർ ഡ്രൈവർ ബെന്നി എന്നിവർക്കാണ് പരിക്കേറ്റത്. മോളി, ബെന്നി എന്നിവരുടെ നില ഗുരുതരമാണ്. നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർ കുമാർ, ക്ലീനർ ശ്രീകുമാർ എന്നിവരും കണ്ണൂരിൽ AKG ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ മധു കൈതപ്രത്തിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. തിങ്കളാഴ്ച രാത്രി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആയിരങ്ങളാണ് പ്രിയ സംവിധായകന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മലയാള സിനിമയിൽ വേറിട്ട ഇടം തീർത്ത യുവ സംവിധായകനാണ് യാത്രയായത്. 44 വയസ്സായിരുന്നു. സംവിധായകൻ ജയരാജിൻ്റെ അസിസ്റ്റൻ്റായാണ് ചലച്ചിത്ര രംഗത്തെത്തിയത്. ഏകാന്തം, മധ്യവേനൽ, ഓർമ്മ മാത്രം, വെള്ളി വെളിച്ചത്തിൽ തുടങ്ങിയ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഏകാന്തത്തിന് നവാഗത സംവിധായകനുള്ള 2006 ദേശീയ അവാർഡ് ലഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ജൂറി പുരസ്കാരവും ഏകാന്തത്തെ തേടിയെത്തി. ഇന്ത്യയിലും പുറത്തുമുള്ള ചലച്ചിത്രോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു മധു. കൈതപ്രത്തെ പരേതനായ KP കുഞ്ഞിരാമ പൊതുവാൾ, VK നാരായണി ദമ്പതികളുടെ മകനാണ് മധു. ഭാര്യ രാഖി, ശ്രീറാം ഏക മകനാണ്. മധു കൈതപ്രത്തിൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് തുടങ്ങിയവർ അനുശോചിച്ചു. മുഖ്യമന്ത്രിക്കായി തളിപ്പറമ്പ് അഡീഷണൽ തഹസിൽദാർ ഗോപാലകൃഷ്ണൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ന്യൂസ് ഡെസ്ക്. കണ്ണൂർ തലശ്ശേരി നഗരസഭാ പരിധികളിലെ റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ജനുവരി 15 മുതൽ ഇവിടെ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ. 10-ന് കണ്ണൂർ നഗരസഭാ ഓഫീസിന് മുന്നിലും 11-ന് തലശ്ശേരി നഗരസഭാ ഓഫീസിന് മുന്നിലും ധർണ നടത്തുമെന്നും കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇവിടുത്തെ ഈ കണ്ണൂർ പട്ടണവും അല്ലെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലുള്ള ഇതര റോഡുകളും നന്നാക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടികളും, അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പണിയെടുക്കുന്നു എന്നുള്ളതല്ലാതെ കണ്ടിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള യാതൊരു റിപ്പയറിങ്ങും നടത്തുന്ന സമീപനം ഇപ്പോൾ ഇല്ല. ഇപ്പം നമ്മളിപ്പം പല പ്രാവശ്യം നമ്മൾ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചു. മുനിസിപ്പാലിറ്റി തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട്, നാണമില്ലാതെ കണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുക, ഓരോ ഡേറ്റ് പറയുക, ഇന്ന ഡേറ്റിനുള്ളിൽ ചെയ്യും. ഒരു 4-5 ഡേറ്റെങ്കിലും ഇപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് റോഡ് നന്നാക്കുന്ന കാര്യത്തെ സമയം. ഇതുപോലെ ഒരു വൃത്തികെട്ട മുനിസിപ്പാലിറ്റി അത് കണ്ണൂരും തലശ്ശേരിയുടെ സ്ഥിതി അതെ. കണ്ണൂരിനേക്കാൾ മോശം തലശ്ശേരി മുനിസിപ്പൽ റോഡുകൾ ആരും ഒന്നും ചെയ്യുന്നില്ല. തലശ്ശേരി ഇടതുപക്ഷവും കണ്ണൂർ UDF അങ്ങനെ 2 പക്ഷങ്ങൾ കൂടിയിട്ട് ഇതാക്കുക. ബാക്കി കണ്ണൂരിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള തളിപ്പറമ്പും പയ്യന്നൂരും മറ്റുള്ള സ്ഥലത്തുമൊക്കെ ആ മുനിസിപ്പൽ റോഡുകളൊക്കെ എത്രയോ നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രം ഇത് 2 സ്ഥലത്തും എന്താണെന്നറിയില്ല, ഒരു ശാപം കിട്ടിയ പോലെയുള്ള ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് 9-ാം തീയതി തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലും
10-ാം തീയതി കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഞങ്ങൾ ഒരു ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ 15 ദിവസത്തിനുള്ളിലായിട്ട് ഈ കണ്ണൂർ ജില്ലയിലെ PWD, നാഷണൽ ഹൈവേ, മുനിസിപ്പൽ റോഡുകൾ, ഇത്രയും റോഡുകൾ പാച്ച് വർക്ക് ചെയ്ത് റിപ്പയറിങ് പോലും കംപ്ലീറ്റായി ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ 15-ാം തീയതി മുതൽ ഈ കണ്ണൂർ പട്ടണത്തിലും തലശ്ശേരി പട്ടണത്തിലും ബസ്സുകൾ പ്രവേശിക്കില്ല. ബസ് ബന്ധായിട്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണും. കണ്ണൂർ തലശ്ശേരി നഗരസഭാ ഭരണാധികാരികൾ ഉളുപ്പില്ലാത്തവരാണ്. ചിലയിടങ്ങളിൽ റോഡ് ഇപ്പോഴും നന്നാക്കിയിട്ടുണ്ട്. അത് അടുത്ത മഴക്കാലമാവുമ്പോഴേക്കും തകരും. സ്വകാര്യ ബസ്സുകളിൽ അടുത്ത വർഷത്തേക്കുള്ള സൗജന്യ യാത്രാ പാസുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ബസ് ഉടമകളും അവരവരുടെ തൊഴിലാളികളുടെ അഡ്രസ് ഉൾപ്പെടുന്ന ലിസ്റ്റുകൾ അതാത് അസോസിയേഷനിൽ ജനുവരി 15-നുള്ളിൽ നൽകണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 31-നുള്ളിൽ പാസുകൾ വാങ്ങിയ തൊഴിലാളികൾക്ക് നൽകണം. ജനുവരി 31-ന് ശേഷം പുതിയ പാസ് കൈവശമില്ലാത്തവർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതല്ല. 15-ാം തീയതി വരെ നിലവിലുള്ള പാസിന്റെ കാലാവധി നീട്ടിയതായും ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ VJ സെബാസ്റ്റ്യൻ, വൈസ് ചെയർമാൻമാരായ K രാജ്കുമാർ, MV വത്സലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടിയിൽ റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നാരോപിച്ച് നാട്ടുകാരിൽ ഒരു വിഭാഗം കടകൾ അടിച്ചു തകർത്തു. ചെമ്പന്തൊട്ടി കരയത്തുംചാൽ റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നാരോപിച്ചാണ് അക്രമം അരങ്ങേറിയത്. തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. 9 കോടി രൂപ മുടക്കിയാണ് ചെമ്പന്തൊട്ടി പുറഞ്ഞാൻ റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുന്നത്. ചെമ്പന്തൊട്ടി മുതൽ 6 കിലോമീറ്റർ റോഡിന്റെ ഓവുചാൽ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവ നടത്തിയെങ്കിലും ചെമ്പന്തൊട്ടി കരയത്തുംചാൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗം കടകൾ പൊളിച്ചു നീക്കാത്തതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത്. കുരിശുംകുന്നിൽ ജോയ്, കൊന്നക്കൽ KC ജോസഫ് എന്നിവരുടെ കടകളുടെ മുൻഭാഗമാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തകർത്തത്. വികസനത്തിന് എതിര് നിന്നുകൊണ്ടാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി കെട്ടിടം തകർത്തത് എന്ന് നാട്ടുകാർ പറയുന്നു. അതിന് സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ജനങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകിലുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകിലുണ്ട്. അവർ നിയമ നടപടികളോ പോലീസ് കേസോ എന്ത് വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യും. രാത്രിയുടെ മറവിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്ത പ്രദേശവാസികൾ ഉപജീവന മാർഗമാണ് ഇല്ലാതാക്കിയതെന്നും കടയുടമകൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം. ജനുവരി 3 മുതൽ തളിപ്പറമ്പ് കാക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ ഫെസ്റ്റിന്റെ ഭാഗമായി കാർഷിക വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പഴയകാല കാർഷിക വൃത്തിയുടെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു ഘോഷയാത്ര. ചിറവക്കിൽ നിന്നാണ് ഘോഷയാത്രയ്ക്ക് ആരംഭമായത്. 9 ഗ്രാമപഞ്ചായത്തുകൾ, 11 കൃഷിഭവനുകൾ, പാടശേഖര സമിതികൾ, കുരുമുളക് സമിതികൾ, കേരസമിതി, കുടുംബശ്രീ എന്നിവിടങ്ങളിലെ പ്രവർത്തകർ ഘോഷയാത്രയിൽ അണിനിരന്നു. വാദ്യമേളങ്ങളും മുത്തുകുടകളും കഥകളിയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. നിശ്ചല ദൃശ്യം, കർഷകരുടെ വിവിധ വേഷങ്ങൾ, പഴയകാലത്തെ കാർഷിക വൃത്തിയുടെ അടയാളമായിരുന്ന കാലിയും കലപ്പയും ഏറെ ശ്രദ്ധേയമായി. യന്ത്രവൽകൃത യുഗത്തിലെ ടില്ലറും ഘോഷയാത്രയിൽ അണിനിരന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനു തോമസ്, A രാജേഷ്, K അനില തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറവക്കിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. 100 കണക്കിന് ആളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഭരതനാട്യം, നാടോടി നൃത്തം, സംഘനൃത്തം, ഒപ്പന. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം നാൾ വേദികൾ ലാസ്യലയ പൂർണ്ണമായി. കണ്ണും കാതും തലശ്ശേരിയിലാണ്. പതിനഞ്ച് വേദികളിലായാണ് മത്സരം. നാടകവും പ്രസംഗവും മൂകാഭിനയവും സ്കിറ്റും 2ാം നാൾ അരങ്ങേറി. മൃദംഗം, ട്രിപ്പിൾ ജാസ് മത്സരങ്ങളും നടന്നു. പരിപാടി കാണാൻ ആയിരങ്ങളാണ് എത്തുന്നത്. മത്സരങ്ങൾ പൊതുവെ ഉന്നത നിലവാരം പുലർത്തുന്നു. രാത്രി 10 വരെയാണ് മത്സരങ്ങൾ. പുതുവർഷ ദിനത്തിലാണ് വേദികൾ ചിലങ്കയഴിക്കുക.
ഇഞ്ചോടിഞ്ച് മത്സരങ്ങളാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടാൻ ചൂട്ടാട് ബീച്ചും വയലപ്ര പരപ്പും. പദ്ധതി ഉദ്ഘാടനം ജനുവരി 5 ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. ഉത്തര കേരളത്തിലെ ജനങ്ങൾക്ക് പുതുവർഷ സമ്മാനമാണ് ചൂട്ടാട് ബീച്ച്, വയലപ്ര പരപ്പ് ടൂറിസം പദ്ധതികൾ. പ്രകൃതി രമണീയമായ പ്രദേശം സർക്കാർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതോടെ കൂടുതൽ ജനങ്ങളെ ഇവിടത്തേക്ക് ആകർഷിക്കാനാകും. ചൂട്ടാട് പ്രദേശത്തെ പദ്ധതിക്ക് 65.5 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കുട്ടികളുടെ പാർക്ക്, മണൽക്കിടക്ക ഉദ്യാനം, നടപ്പാത, കഫ്റ്റീരിയ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. സൂര്യാസ്തമനവും ഏഴിമലയുടെ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളും ഇവിടെ എത്തുന്നവർക്ക് ആവോളം ആസ്വദിക്കാം. പ്രകൃതി സൗഹൃദ ടൂറിസമാണ് ചെമ്പല്ലിക്കുണ്ടി നടപ്പിലാക്കുന്നത്. ഇതിനായി 85 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ബോട്ട് ജെട്ടി, നടപ്പാത, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട്, പക്ഷി നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയവ സ്ഥാപിക്കും. DTPC-യാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. TV രാജേഷ് MLA മുൻകൈയെടുത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ജനുവരി 5 വൈകുന്നേരം 4 മണിക്ക് ചൂട്ടാടും 5 മണിക്ക് വയലപ്രയിലും പദ്ധതിയുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. TV രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മദ്യനയം അട്ടിമറിച്ചതിനെതിരെ കേരള മദ്യനിരോധന സമിതി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി EH കുഞ്ഞികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ആത്മജ്ഞാനമുള്ളൊരു സമൂഹം ഉണരണമെന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള ഏകേശ്വര ബോധമില്ലാത്തത് കൊണ്ടും ആചാര ഐക്യമില്ലാത്തത് കൊണ്ടും വിശ്വാസത്തിൽ ഏകത്വമില്ലാത്തത് കൊണ്ടുമാണ് നാം ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നത്. പ്രഖ്യാപിത മദ്യനയം അട്ടിമറിക്കുകയായിരുന്നു. പൂട്ടിക്കിടന്ന 418 വിദേശ മദ്യ ബാറുകൾക്ക് ബിയർ, വൈൻ, പാർലർ ലൈസൻസ് കൊടുത്ത തീരുമാനത്തിനെതിരെയും ഞായറാഴ്ച ഡ്രൈഡേ നീക്കാനുമുള്ള ഗവൺമെന്റ് തീരുമാനത്തിനെതിരെയുമായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് M മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ കോരമ്പത്ത്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, പ്രൊഫസർ M മുഹമ്മദ്, MG രാമകൃഷ്ണൻ, A രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ജനുവരി 15 തളിപ്പറമ്പ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായി കാൽനട പ്രചരണ ജാഥകൾ നടത്തി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, തൊഴിൽ കാർഡ് എടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും 100 ദിവസത്തെ തൊഴിൽ ദിനം ഉറപ്പുവരുത്തുക, കൂലി കുടിശ്ശിക കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 15 രാവിലെ 10 മണിക്ക് തളിപ്പറമ്പ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തും. സമരപ്രചരണത്തിന്റെ ഭാഗമായാണ് കുറുമാത്തൂർ പഞ്ചായത്തിൽ NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തിയത്. കാലിക്കടവിൽ നിന്നാണ് ജാഥയ്ക്ക് ആരംഭമായത്. K ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. മഴൂർ കലാവേദി, പൂമംഗലം പാച്ചേനി മന്ദിരം, ചവനപ്പുഴ, കരിമ്പം, മുയ്യം, ബാവുപറമ്പ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പൊക്കുണ്ടിൽ സമാപിച്ചു. പൂമംഗലം പാച്ചേനി മന്ദിരത്തിന് സമീപം നൽകിയ സ്വീകരണത്തിൽ ജാഥ ലീഡർ VV പവിത്രൻ സംസാരിച്ചു. നമുക്കറിയാം, 2005 ഒരു നിയമത്തിന്റെ പിൻബലത്തോടുകൂടി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2014 പിന്നിടുമ്പോഴും ആ പദ്ധതിയുടെ രൂപീകരണ ഘട്ടത്തിൽ നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിക്കാൻ ഇന്ന് വരെ തയ്യാറാകാൻ ഒരു ഗവൺമെന്റിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുക. K നാരായണൻ, IV ഗോവിന്ദൻ, V പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പഴയങ്ങാടി പാലത്തിന് മുകളിൽ അലക്ഷ്യമായി സ്ഥാപിച്ച സ്വകാര്യ ടെലികോം കമ്പനിയുടെ പൈപ്പ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. അപകടം പതിവായിട്ടും അധികൃതർ നിസ്സംഗത പുലർത്തുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പഴയങ്ങാടി പാലത്തിന്റെ ഇരുവശങ്ങളിലും പാലത്തിനോട് ചേർന്ന് നിരവധി പൈപ്പ് ലൈനുകളാണ് സ്ഥാപിച്ചത്. കാൽനട യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് ഇവ മിക്കതും സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി സ്ഥാപിച്ച സ്വകാര്യ ടെലികോം കമ്പനിയുടെ പൈപ്പ് ലൈൻ ആകട്ടെ റോഡിൽ തന്നെയാണ് കിടക്കുന്നത്. കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും അപകടം വരുത്തുന്ന രീതിയിലാണ് പൈപ്പ് ലൈൻ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. കണ്ണൂർ പഴയങ്ങാടി റൂട്ടിൽ തിരക്കേറിയ വഴിയിൽ അലക്ഷ്യമായി സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. പാലത്തിന് മുകളിലൂടെ സ്ഥാപിച്ച മുഴുവൻ പൈപ്പുകളും പാലത്തിനടിയിലൂടെ മാറ്റി സ്ഥാപിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പോലീസ് മിനിസ്റ്റീരിയൽ പെൻഷനേഴ്സ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ബെൻഷായി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ കേശവൻകുട്ടി നമ്പ്യാർ, KP മോഹനൻ, VV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മട്ടന്നൂർ ജയകേരള സംഘടിപ്പിച്ച 6ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ കോഴിക്കോട് കലാഭവന്റെ മാധവന്റെ വീട് പറയുന്നത് മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ടു. വാസുവാളിയിൽ മികച്ച രചയിതാവായും രാജീവൻ മമ്മിളി മികച്ച സംവിധായകനായും തെരഞ്ഞെടുക്കപ്പെട്ടു. വടകര വരദയുടെ മണ്ടൻ രാജാവ് സംവിധാനം ചെയ്ത
വിജയൻ ആയാടത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടി. മാധവന്റെ വീട് പറയുന്നത് ആലപ്പുഴ ഭരത് കമ്മ്യൂണിക്കേഷൻസിന്റെ എന്തായിരുന്നു മനസ്സിൽ, വടകര വരദയുടെ മണ്ടൻ രാജാവ് എന്നിവയ്ക്ക് 5 വീതം പുരസ്കാരങ്ങളും അടൂർ ജയയുടെ നാട്ടുവിശേഷം 2 പുരസ്കാരവും നേടി. മാധവന്റെ വീട് പറയുന്നത് എന്ന നാടകത്തിൽ മാധവനായി അഭിനയിച്ച മുഹമ്മദ് പേരാമ്പ്രയെ മികച്ച നടനായും, എന്തായിരുന്നു മനസ്സിൽ എന്ന നാടകത്തിൽ ചിത്രയായി വേഷമിട്ട സുജി ആലപ്പുഴയെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. വടകര വരദയുടെ മണ്ടൻ രാജാവാണ് മികച്ച 2ാമത്തെ നാടകം. ഈ നാടകത്തിൽ രാജാവായി വേഷമിട്ട വികാസ് കോടിയേരി 2ാമത്തെ നടനായും, നാട്ടുവിശേഷത്തിലെ ഗായത്രിയായി വേഷമിട്ട ശ്രീദേവി റാന്നി 2ാമത്തെ നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹാസ്യനടൻ ജയരാജ് പേരാമ്പ്ര, ഹാസ്യനടി ചിത്ര സുധീർ, രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ, ദീപസംവിധാനം അനീഷ് കൊമ്പാല, ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ, പശ്ചാത്തല സംഗീതം പ്രേംകുമാർ വടകര, ആലാപനം ജോസ് സാഗർ എന്നിങ്ങനെയാണ് അവാർഡുകൾ. മികച്ച നാടകം, 2ാമത്തെ നാടകം, രചന, സംവിധാനം, നടൻ, നടി എന്നിവയ്ക്ക് പത്മശ്രീ തിലകൻ സ്മാരക മെഡൽ, ക്യാഷ് അവാർഡ്, പ്രശസ്തിപത്രം, ശില്പം എന്നിവയും മറ്റുള്ളവർക്ക് പ്രശസ്തിപത്രം, ശില്പം ഇവയും നൽകും. വിജയികൾക്കുള്ള പുരസ്കാരദാനം ജനുവരി 17 മട്ടന്നൂർ മാർക്കറ്റ് സൈറ്റിൽ നടക്കും. ജൂറി അംഗം കെ കീറ്റുകണ്ടി, സംഘാടക സമിതി ജനറൽ കൺവീനർ ബാവ മട്ടന്നൂർ, പി പുരുഷോത്തമൻ, കെ വി സന്ദീപ്, സി ചന്ദ്രാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പഴയങ്ങാടി പുഴയിൽ അറവ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിട്ടും അധികൃതർക്ക് അനക്കമില്ല. പഴയങ്ങാടി താവം തീരദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. മാടായി പഞ്ചായത്തിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നാണ് മാലിന്യങ്ങൾ പ്രധാനമായും പുഴയിൽ തള്ളുന്നത്. ദൂരദേശങ്ങളിൽ നിന്നും വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുകയും പതിവായിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളുണ്ടാകുമ്പോഴാണ് കോഴിയുടെയും മറ്റും അവശിഷ്ടങ്ങൾ വ്യാപകമായി പുഴയിൽ കണ്ടുവരുന്നത്. ദുർഗന്ധം കാരണം താവം, ഏഴും, പഴയങ്ങാടി പ്രദേശങ്ങളിലെ നാട്ടുകാർക്ക് വീട്ടിൽ പോലും കഴിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ മാലിന്യങ്ങൾ ഒഴുകി കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടുന്നതിനാൽ കണ്ടൽ നാശത്തിനും ഇടയാക്കുന്നു. പഴയങ്ങാടി പുഴയിൽ മാലിന്യം തള്ളുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. അറവുശാലകളിലെ മാലിന്യം കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പുഴയിൽ തള്ളുന്നുണ്ട്. ഇത് മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായിട്ടുണ്ട്. രാത്രികാലങ്ങളിലാണ് പുഴയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇത് തടയാൻ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പരിയാരം മെഡിക്കൽ കോളേജ് CH സെന്ററിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന റബീഗ് പ്രഭാഷണത്തിന് വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 4 വർഷമായി പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന CH സെന്ററിന്റെ പ്രചരണാർത്ഥമാണ് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പഴയങ്ങാടി MECA സ്കൂൾ ഗ്രൗണ്ടിൽ റബീഗ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന പ്രഭാഷണം KM ഷാജി MLAയും വെള്ളിയാഴ്ച നടക്കുന്ന പ്രഭാഷണം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യും. കബീർ ഫൈസി ചെറുകോട്, സിംബാറുൽ ഹക്ക് ഹുദവി എന്നിവർ പ്രഭാഷണം നടത്തും. CH സെന്ററിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം VK അബ്ദുൽ ഖാദിർ മൗലവിയും നിർവഹിക്കും. തുടർന്ന് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ ശിഹാബ് തങ്ങളുടെ ജീവിത മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടി നിർമ്മിച്ച സ്നേഹത്തിന്റെ തൂവൽ സ്പർശം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. KV മുഹമ്മദ് കുഞ്ഞി, അബ്ദുൽ കരീം ചേലേറി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, AP ബദറുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. IRPC തളിപ്പറമ്പ് സോണൽ വളണ്ടിയർ സംഗമം തളിപ്പറമ്പ് KKN പരിയാരം ഹാളിൽ നടന്നു. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി വാർഡ് രവി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. TV വിനോദ്, KV ഗോവിന്ദൻ, PV രാമകൃഷ്ണൻ, P വാസുദേവൻ, K മുരളീധരൻ, T ലത, T പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്തു. കലക്ടർ P ബാലകിരൺ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
ചെറുകുന്ന് കവണിശ്ശേരി കൂവപ്പുറത്ത് കാവ് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. സമാപന വേളയിൽ നടന്ന തെയ്യങ്ങളുടെ കൂടിയാട്ടം ഏറെ ശ്രദ്ധേയമായി. ചൊവ്വാഴ്ച വൈകിട്ടാണ് തെയ്യങ്ങളുടെ കൂടിയാട്ടം നടന്നത്. കുറത്തിയമ്മ, കാരൻതെയ്യം, നാഗേനി, പുള്ളിക്കരിങ്കാളി, പുലിയൂരുകാളി, വിഷ്ണുമൂർത്തി, കുണ്ടാട ചാമുണ്ടി, തായ്പര ദേവത തെയ്യങ്ങളാണ് ഉറഞ്ഞാടിയത്. കരിമരുന്നു പ്രയോഗവും നടന്നു. 26-ന് തുടങ്ങിയ കളിയാട്ടത്തിനാണ് ചൊവ്വാഴ്ച സമാപനമായത്. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. പഴയങ്ങാടിയിൽ കാർ കടയിലേക്ക് പാഞ്ഞു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച വൈകുന്നേരം 5:40 പഴയങ്ങാടി പയ്യന്നൂർ പ്രധാന റോഡിൽ കാർ കടയിലേക്ക് പാഞ്ഞു കയറിയത്. പയ്യന്നൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന KL 13Z 796 നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ വൈദ്യുതി തൂണിൽ ഇടിച്ചു നിന്നതുകൊണ്ടാണ് തൊട്ടടുത്ത ഫുട്വെയർ കടയുടെ അകത്തേക്ക് കയറാതിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ഫുട്വെയർ കടയുടെ പുറത്ത് സ്ഥാപിച്ചിരുന്ന അലമാരകളും തകർന്നിട്ടുണ്ട്. അപകടത്തിനിടയാക്കിയ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും നേരിട്ടു. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിട്ടി ഉളിക്കലിൽ കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 7 ദിവസം പ്രായമായ കുഞ്ഞടക്കം 2 പേർ മരിച്ചു. 4 പേർക്ക് ഗുരുതര പരിക്ക്. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവും യുവ സംവിധായകനുമായ മധു കൈതപ്രത്തിന് യാത്രാമൊഴി. ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. കണ്ണൂരിലെയും തലശ്ശേരിയിലെയും റോഡുകൾ ജനുവരി 15-നകം ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ 15 മുതൽ ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തില്ലെന്ന് ബസ്സുടമകൾ. 9-ന് തലശ്ശേരി നഗരസഭാ ഓഫീസിന് മുന്നിലും 10-ന് കണ്ണൂർ നഗരസഭാ ഓഫീസിന് മുന്നിലും ധർണ നടത്തുമെന്നും കണ്ണൂർ ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തലശ്ശേരിയിൽ തുടരുന്നു. ചിലങ്ക കെട്ടിയ വേദികൾ, ലാസ്യലയപൂർണ്ണം, ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ. പഴയങ്ങാടി പുഴയിൽ നിറയെ അറവ് മാലിന്യം. താവ് മേഖലയിലെ ജനം പകർച്ചവ്യാധി ഭീഷണിയിൽ. കണ്ടൽക്കാടുകളും മത്സ്യങ്ങളും അടക്കം നാശോന്മുഖം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.